അപ്പോഴും അടുത്ത വർഷം എന്താ അറിയുമോ നമുക്ക് ഗുണം? നമുക്ക് ഇപ്പോൾ 5000 മെഗാവാട്ട് നമ്മൾ കൽക്കരിയിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വർധനവ് വരില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മഴയുടെ കുറവ് 60% വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പുറത്തുനിന്ന് വാങ്ങിയത്. പുറത്ത് വാങ്ങിക്കുന്നത് കമ്മിയായി, ചിലവ് കമ്മിയായി കിട്ടിയാൽ അത് ഉപഭോക്താക്കൾക്ക് കൈമാറാനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷന് നമ്മൾ സമർപ്പിക്കും. മിനിസ്റ്റർ എപ്പോഴും പറയും ഈ നിരക്ക് വർധന ചെറിയ വർധനയാണ്, ചെറിയ വർധന. പക്ഷേ ഇത് സത്യത്തിൽ ഇവിടെ 10 പൈസയല്ലേ വർദ്ധിച്ചിട്ടുള്ളൂ. എല്ലാറ്റിനും അല്ല, വൻകിടക്കാർക്ക് മാത്രമേ ഉള്ളൂ, ചെറുകിടക്കാർക്കൊന്നുമില്ല. അത് വായിച്ചു ഞാൻ, അത് ശ്രദ്ധിച്ചില്ല. 200 യൂണിറ്റ് താഴെയുള്ളവർക്കൊന്നുമില്ല. ഈ സാധാരണക്കാർ പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ, എനിക്കത് വിഷമം കൊണ്ട് പറയാണ്, 97 കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടില്ല. അവിടെ കൊടുക്കണ്ടേ? ഇതിനാര് ചിലവ് വഹിക്കും? അതേപോലെ പട്ടികജാതി പട്ടികവർക്കാർക്ക് 50 യൂണിറ്റിന് താഴെ ചാർജ് കൊടുക്കുന്നില്ല. ഇതൊക്കെ വഹിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയാലല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ വികസനം, ഇപ്പോൾ മലബാർ സൈഡിൽ ഇപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ കുറവ് വളരെ വലുതാണ്. അവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന ശേഷമാണ് നമ്മൾ കൂടുതൽ സബ്സ്റ്റേഷനൊക്കെ കൊണ്ടുവരുന്നത്. കാസർഗോഡ് ലൈനൊക്കെ പ്ലാൻ ചെയ്തത്. ഇതിനൊക്കെ പണം വേണ്ടേ? പണം കണ്ടെത്താൻ വേറെ എന്താ വഴി? ആരും സഹായിക്കില്ലല്ലോ. ഗവൺമെൻറ് സഹായം വളരെ പരിമിതമല്ലേ ഉള്ളൂ. അല്ല, വരവ് പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് പകൽ കുറച്ച് വിലയ്ക്ക് കിട്ടുമ്പോൾ നമ്മളത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണക്കാർ പറഞ്ഞാൽ അപ്പർ ക്ലാസ്സിന് ഇല്ല. ബി പി ആർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ബി പി എല്ലുകാർക്കില്ല, വർദ്ധിപ്പിച്ചിട്ടില്ല. ബി പി എല്ലുകാർക്കൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. ഒത്തിരി കഴിവുള്ളവർക്ക്. ഇപ്പോൾ ഞാനൊരു ചെയ്യട്ടെ, ഒരു വീട്ടിൽ ഒരു എ സി ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 AC ആയില്ലേ? നമ്മൾ ചിന്ത ചെയ്തില്ലേ? ഉപഭോഗം എത്ര കൂടി? 1000 മെഗാവാട്ടിൻ്റെ ഉപയോഗമാണ് കൂടിയത് ഈ ഒരു കൊല്ലത്തിൽ. അത് നമ്മളെങ്ങനെ പിടിച്ചു നിന്നറിയാം? ഇപ്പോൾ 1000 മെഗാവാട്ട് ഉൽപ്പാദനശേഷി കൂട്ടിയതാണ്. ഇതുവരെ ഉണ്ടാകാത്തത് ഉൽപ്പാദനശേഷി കൂട്ടിയിട്ടാണ് പിടിച്ചു നിന്നത്. ഇനിയും വർധനവ് വന്നാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ്ടേ? പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്താ വെച്ചാൽ ലേലം വിളിക്കുന്ന പോലെയല്ലേ കിട്ടുന്നുള്ളൂ. ആ പുറത്തുനിന്ന് മേടിക്കുന്നത് എങ്ങനെ സഹിക്കും? ചുരുക്കി കിട്ടിയാൽ അത് ഉപഭോക്താക്കൾക്ക് കൈമാറും. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിലാണ് ഈ നിരക്ക് വരുന്നത്. എന്തെങ്കിലും കാരണവശാൽ നിരക്ക് ഈ വാങ്ങുന്നതിന് കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനുള്ള ശുപാർശ ചെയ്യും ഗവൺമെൻറ്. ഉറപ്പ്. ഉപഭോക്താക്കളല്ലേ നമ്മുടെ യജമാനന്മാർ, അവർക്കല്ലേ ഇത് കൊടുക്കേണ്ടത്. ഇത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും വലിയ ആശങ്ക നിലനിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇല്ല, ഇല്ല, 250 യൂണിറ്റ് താഴെയുള്ളവർക്ക് വർധനവില്ലല്ലോ. കുറച്ച് സാമ്പത്തികമായി കഴിവുള്ളവർക്കല്ലേ ഇത് വർധനവ് വന്നിട്ടുള്ളൂ. ചെറിയൊരു വർധനവേ അതും വന്നിട്ടുള്ളൂ. നിങ്ങൾ പ്രതീക്ഷിച്ച വർധനവൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ചുരുക്കം നേക്കുള്ളൂ. മലപ്പുറത്ത് പ്രത്യേക പാക്കേജ്, അവിടെ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ ഇല്ല. 560 കോടി റുപ്യ പാക്കേജ് അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനുള്ള പണം കണ്ടെത്തണ്ടേ? ഇടുക്കിയിൽ 550 മെഗാവാട്ട്, കാസർഗോഡ് 778 കോടി റുപ്യ. മെഗാവാട്ടല്ല, ഇടുക്കിയിൽ 550 കോടിയുടെ പാക്കേജ്, കാസർഗോഡ് 778 കോടിയുടെ പാക്കേജ്. ഇതിനൊക്കെ പണം ഇവിടുന്ന് കണ്ടെത്തും. നമ്മൾക്കൊക്കെ നല്ല എല്ലാ സമയത്തും നല്ല വോൾട്ടേജൊക്കെ ഉണ്ട്, അവർക്കതൊന്നും ഇല്ലല്ലോ. അതേപോലെ സബ്സ്റ്റേഷനുകൾ പണിയെടുക്കണ്ടേ? ഇതെങ്ങനെ കൊണ്ടുവരും? ഇപ്പോൾ ഈ ലൈൻ ഒരു ലൈനൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇത് കിട്ടുള്ളൂ. കാസർഗോഡ് ലൈൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ആ ഭാഗത്ത് കിട്ടുള്ളൂ. നമുക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ആ മലബാർ മേഖലയിൽ എന്താ സ്ഥിതി? ഇതിന് ആര് ചിലവ് ചെയ്യണം? ഇവിടെ തന്നെ ചിലവ് ചെയ്യണ്ടേ? അതിന് എവിടെ നിന്ന് പണം കിട്ടും? അത് വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇളവൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ 3 സ്ഥാപനങ്ങളിൽ
മറ്റേ ഗവൺമെൻറ് തന്നെ അവരുടെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനം 2 ദിവസം പത്രം വായിച്ചല്ലോ. അത് നമ്മൾ ഇളവ് കൊടുക്കുക അല്ലാണ്ട് അല്ല ഗഡുവ് കൊടുക്കുക അല്ലാണ്ട് വിട്ടുകൊടുക്കുന്ന പണിയില്ല. അത് ഗഡുവ് കൊടുത്ത് നമ്മൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഇല്ല, അതിന് ഗഡുവ് 6 ഗഡുവ് 7 ഗഡുവ് കൊടുത്തിട്ടുണ്ട്. 2 മാസത്തിലൊരിക്കൽ ഒരു ഗഡുവ് കയറ്റി അനുവദിക്കുക, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, അത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ. എങ്ങനെ നമുക്ക് ഷോർട്ടേജ് അല്ലേ? 30% നമ്മുടെ ഉൽപ്പാദകത്തിൽ 70% പുറത്തുനിന്ന്. അത് വാങ്ങിക്കുമ്പോൾ ആ വില തന്നെ കൊടുക്കണ്ടേ? നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും, നിങ്ങളൊരു സജഷൻ പറയും, ഇത് എങ്ങനെയാണ് കുറവാക്കണം എന്നുള്ള സജഷൻ പറയാൻ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അല്ലാണ്ട് ഒരു പിടിവാശിയൊന്നുമില്ല അതിൽ. എങ്ങനെ കുറവാക്കാൻ പറ്റും എന്നുള്ളത് നോക്കി. അത് പീക്ക് അവറിലൊക്കെ മേടിക്കുമ്പോൾ ലേലം വിളിക്കും പോലെയാണ് അവർ തരുന്നത്. ഒരു ദിവസം 5 ഉറുപ്പ്യ കിട്ടും, ഒരു ദിവസം 10 ഉറുപ്പ്യ കിട്ടും, ഒരു ദിവസം 15 ഉറുപ്പ്യ കിട്ടും. നമ്മുടെ ഉപയോഗം വല്ലാതെ കൂടിയില്ലേ? അപ്പോൾ ഈ പകൽ കമ്മിയാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താ വെച്ചാൽ, വാഷിംഗ് മെഷീൻ പകൽ ഉപയോഗിക്കുകയും ഗ്രൈൻഡർ പകൽ ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ചാർജ് വർധനവേ വരും, ബാധിക്കില്ല. വൈകുന്നേരം വന്ന ശേഷമാണ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെയാണ്. അത് മാറി പകൽ ഉപയോഗിച്ചാൽ നമുക്ക് നിങ്ങളുടെ ചാർജ് വർധനവേ ബാധിക്കില്ല. അതിനാണ് ഈ പകൽ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ സോളാർ വൈദ്യുതി കിട്ടും. അപ്പോൾ അത് കിട്ടിയത് ഉപഭോക്താക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ചെയ്യുന്നുണ്ട്. അതിന് റെഗുലേറ്ററി നമ്മൾ നിർദ്ദേശം വെച്ചു, റെഗുലേറ്ററി കമ്മീഷൻ അത് അംഗീകരിക്കും.